പ്രവചനങ്ങൾ യാഥാർത്ഥ്യമാകുമോ? ഒരു സാധാരണ കോമിക് പുസ്തക കലാകാരിക്ക് ഭാവി കാണാൻ കഴിയുമോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറും ഒരു കഥയല്ല, മറിച്ച് ലോകത്തെ ഞെട്ടിച്ച ഒരു ജപ്പാനീസ് കലാകാരിയുടെ പ്രവചനങ്ങളെ കുറിച്ചാണ്. റയോ ടസുക്കി എന്ന ആ മാംഗ കലാകാരി തന്റെ സ്വപ്നങ്ങളിലൂടെ കണ്ട ഭയാനകമായ ദുരന്തങ്ങൾ അവ എങ്ങനെയൊക്കെ സത്യമായി, ഇനി വരാനിരിക്കുന്ന ഭീഷണികൾ എന്തൊക്കെയാണ്, നമുക്ക് ഈ നിഗൂഢ ലോകത്തേക്ക് കടക്കാം. ജപ്പാനിലെ ഒരു സാധാരണ മാംഗ ആർട്ടിസ്റ്റ് ആണ് റയോ ടസുക്കി. അവരുടെ കലാസൃഷ്ടികളെക്കാൾ ഉപരിയായി അവർ ലോക ശ്രദ്ധ നേടിയത് ഞാൻ കണ്ട ഭാവി ദ ഫ്യൂച്ചറൽ ഐ സോ എന്ന മാംഗ പുസ്തകത്തിലൂടെയാണ്. 1999 പുറത്തിറങ്ങിയ ഈ പുസ്തകത്തിൽ അവർക്ക് വന്ന പ്രവചന സ്വപ്നങ്ങളെ കുറിച്ചാണ് റയോ ടസുക്കി എഴുതിയിരിക്കുന്നത്. അവിശ്വസനീയമെന്ന് തോന്നാമെങ്കിലും ഈ പുസ്തകത്തിൽ അവർ രേഖപ്പെടുത്തിയ പല പ്രവചനങ്ങളും പിന്നീട് യാഥാർത്ഥ്യമായി എന്നാണ് പറയപ്പെടുന്നത്. റയോ ടസുക്കി കണ്ട സ്വപ്നങ്ങളിൽ ചിലത് പിന്നീട് ലോകത്തെ പിടിച്ചു കുലുക്കിയ ദുരന്തങ്ങളായി മാറിയപ്പോൾ പലരും ഞെട്ടിത്തെറിച്ചു. നമുക്ക് അവ ഓരോന്നായി നോക്കാം. 1995 ജനുവരി 17 രാവിലെ 5:46 ജപ്പാനിലെ കോംബൈ നഗരത്തെ പിടിച്ചു കുലുക്കിയ ഒരു വലിയ ഭൂകമ്പമായിരുന്നു അത്. റിക്ടർ സ്കെയിലിലെ 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂകമ്പത്തിൽ 6434 അധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ലക്ഷക്കണക്കിന് കെട്ടിടങ്ങൾ തകരുകയും വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും തകർന്നു. ഈ ഭീകര ദുരന്തം റയോ ടസുക്കി തന്റെ പുസ്തകത്തിൽ മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് പറയപ്പെടുന്നു. അടുത്ത പ്രവചനം 2011 മാർച്ച് 11 ഉച്ചയ്ക്ക് 2:46 ജപ്പാനെ പിടിച്ചു കുലുക്കിയ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ഡൊഹാംകു. റിക്ടർ സ്കെയിലിലെ 9.0 -9.1 തീവ്രത രേഖപ്പെടുത്തിയ ഈ മെഗാ ത്രസ്റ്റ് ഭൂകമ്പം അതിനേക്കാൾ ഭയാനകമായ ഒരു സുനാമിക്ക് വഴിയൊരുക്കി. 40 മീറ്ററിലധികം ഉയരമുള്ള കൂറ്റൻ തിരമാലകൾ തീരപ്രദേശങ്ങളെ തുടച്ചു നീക്കി. 15,894 അധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും 2,562 പേരെ കാണാതാവുകയും ചെയ്തു. എന്നാൽ ഇതിനെല്ലാം അപ്പുറം ഈ ദുരന്തം ഫുകുഷിമ ഡായിച്ചി ആണവ നിലയത്തിൽ വലിയൊരു ആണവ ദുരന്തത്തിന് കാരണമായി. ചെർണോബിലിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ ആണവ ദുരന്തമായിരുന്നു ഇത്. റയോ ടസുക്കി തന്റെ പുസ്തകത്തിൽ ഒരു വലിയ സുനാമിയും അതിന്റെ ഭവിഷ്യത്തുകളും മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് അവകാശപ്പെടുന്നു. ദുരന്തങ്ങൾ മാത്രമല്ല, ലോകം കണ്ട പ്രമുഖരുടെ മരണം അവർ പ്രവചിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പീൻ ബാർഡിന്റെ ഇതിഹാസ ഗായകൻ ഫ്രെഡി മെർക്കുറി 1991 നവംബർ 24 എയ്ഡ്സ് സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് അന്തരിച്ചു. അതുപോലെ ലോകം മുഴുവൻ സ്നേഹിച്ച പ്രിൻസസ് ഡയാന 1997 ഓഗസ്റ്റ് 31 പാരീസിൽ നടന്ന ഒരു വാഹന അപകടത്തിൽ ദാരുണമായി മരണപ്പെട്ടു. ഈ മരണങ്ങളെ കുറിച്ചും ടസുക്കിക്ക് ദർശനങ്ങൾ ലഭിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. നമ്മൾ നേരിട്ട് അനുഭവിച്ച COVID-19 മഹാമാരിയും റയോ ടസുക്കിയുടെ പ്രവചനങ്ങൾ ഉൾപ്പെട്ടിരുന്നു എന്ന് പറയപ്പെടുന്നു. 2019 ഡിസംബറിൽ ചൈനയിലെ വുഹാനിൽ ആരംഭിച്ച് ലോകം മുഴുവൻ വ്യാപിച്ച ഈ വൈറസ് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനെടുത്തു. സാമൂഹിക, സാമ്പത്തിക, ആരോഗ്യ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. അപ്രതീക്ഷിതമായി ഒരു വൈറസ് ആക്രമണം ഉണ്ടാകുമെന്ന് ടസുക്കി തന്റെ പുസ്തകത്തിൽ സൂചിപ്പിച്ചിരുന്നു എന്നാണ് അവരുടെ അനുയായികൾ വിശ്വസിക്കുന്നത്. എന്നാൽ ഏറ്റവും പുതിയതും ലോകമെമ്പാടും വലിയ ചർച്ചാ വിഷയമുള്ളതും 2025 ജൂലൈ 5 പ്രവചനമാണ്. റയോ ടസുക്കി പ്രവചിക്കുന്നത് 2025 ജൂലൈ 5 ജപ്പാനിൽ ഒരു വലിയ സുനാമി ഉണ്ടാകുമെന്നാണ്. ജപ്പാന്റെ തെക്ക് കടൽ തിളക്കും എന്ന്, ഇതൊരു വലിയ കടലിനടിയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെയാണ് സംഭവിക്കുക എന്നും അവർ പറയുന്നു. 2011 സുനാമിയേക്കാൾ 3 ഇരട്ടി വലുതായിരിക്കും ഈ സുനാമി എന്നും ഇത് ജപ്പാൻ കൂടാതെ തായ്വാൻ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളെയും ബാധിക്കുമെന്നും റയോ ടസുക്കി പ്രവചിച്ചിട്ടുണ്ട്. ഈ പ്രവചനം കാരണം ജപ്പാനിലേക്കുള്ള വിമാന ടിക്കറ്റുകളുടെ ബുക്കിംഗ് പോലും കുറവുണ്ടായി റിപ്പോർട്ടുകളുണ്ട്. സ്വാഭാവികമായും ഇത്തരം പ്രവചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയരും: ഇത് എത്രത്തോളം വിശ്വസനീയമാണ്? റയോ ടസുക്കിയുടെ പ്രവചനങ്ങൾക്ക് ശാസ്ത്രീയപരമായി യാതൊരു അടിത്തറയുമില്ലെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. പലപ്പോഴും ഇത്തരം പ്രവചനങ്ങൾ കേവലം യാദൃച്ഛിക മാത്രമാണെന്നും അവയെ അമിതമായി വിശ്വസിക്കരുതെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. ദുരന്ത സാധ്യതകളെ കുറിച്ച് ശാസ്ത്രീയമായ പഠനങ്ങളും മുൻകരുതലുകളും സ്വീകരിക്കുന്നതാണ് വിവേകമെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു. റയോ ടസുക്കിയുടെ പ്രവചനങ്ങൾ കേവലം യാദൃച്ഛികമായാണോ അതോ അവർക്ക് അമാനുഷികമായ കഴിവുകളുണ്ടോ? ഈ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ആർക്കും കഴിയില്ല. പക്ഷെ ഒന്നുറപ്പാണ്, പ്രകൃതി ദുരന്തങ്ങൾ ലോകത്ത് എപ്പോഴും സംഭവിക്കും. അവയെ നേരിടാൻ നാം ഓരോരുത്തരും തയ്യാറാക്കുക എന്നതാണ് പ്രധാനം. പ്രവചനങ്ങൾ വിശ്വസിക്കുന്നതിനോ വിശ്വസിക്കാതിരിക്കുന്നതിനോ ഉള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഈ വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങൾക്ക് റയോ ടസുക്കിയുടെ പ്രവചനങ്ങൾ വിശ്വാസമുണ്ടോ? താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുക. കൂടുതൽ ഇത്തരം വീഡിയോക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.